ഇന്നത്തെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു മാട്രിക്സിലെ എലമെൻസിൻ്റെ മൈനേഴ്സും കോഫാക്ടേഴ്സും കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അഡ്ജോയിൻ്റ് ഓഫ് എ മാട്രിക്സ്. എന്താണ് കോഫാക്ടർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു മാട്രിക്സിലെ എലമെൻസിനെ മാറ്റി പകരം ആ എലമെൻസിൻ്റെ കോഫാക്ടേഴ്സ് എഴുതിയാൽ കിട്ടുന്ന മാട്രിക്സിനെയാണ് കോഫാക്ടർ മാട്രിക്സ് എന്ന് പറയുന്നത്. If A is a square matrix, then the cofactor matrix of A is the matrix obtained by replacing each element of A by its cofactor. ആ കോഫാക്ടർ മാട്രിക്സിൻ്റെ ട്രാൻസ്പോസിനെയാണ് അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്ജെ എന്ന് പറയുന്നത് ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മാട്രിക്സ് ഓഫ് എ. അപ്പോൾ എങ്ങനെയാണ് അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫൈൻഡ് അഡ്ജോയിൻ്റ് ഓഫ് ദ മാട്രിക്സ് 1, 2, 3, 4. അപ്പോൾ എ എന്ന് ആ മാട്രിക്സിന് പേര് കൊടുക്കുന്നു. കോഫാക്ടർ ഓഫ് എ എന്ന് പറഞ്ഞാൽ മാട്രിക്സ് A11, A12, A21, A22. അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാലോ A11, A21, A12, A22. കോഫാക്ടർ മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ്. അപ്പോൾ M11 കിട്ടിയാലേ നമുക്ക് ഏത് കിട്ടത്തുള്ളൂ? A11. അപ്പോൾ M11 എന്ന് പറഞ്ഞാൽ എത്രയാ? 4. A11 minus 1 raised to 1 plus 1 M11 that is equal to 4 തന്നെ കിട്ടുക. M12 ഇപ്പോൾ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ഡിലീറ്റ് ചെയ്യുന്നു, ബാക്കി നമുക്ക് 3 കിട്ടും. അപ്പോൾ A12 minus 1 raised to 1 plus 2 M12 that is equal to minus 3. M21 സെക്കൻഡ് റോ ഫസ്റ്റ് കോളം ഡിലീറ്റ് ചെയ്യുന്നു, ബാക്കി നമുക്ക് ഇതാ കിട്ടുക 2. അപ്പോൾ A21 minus 1 raised to 2 plus 1 M21 that is equal to minus 2. M22 സെക്കൻഡ് റോ സെക്കൻഡ് കോളം ഡിലീറ്റ് ചെയ്യും, ബാക്കി നമുക്ക് 1 കിട്ടും. A22 എന്ന് പറഞ്ഞാൽ minus 1 raised to 2 plus 2 into M22 ആണ്, that is equal to 1. അപ്പോൾ അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ A11, A21, A12, A22 that is equal to 4, minus 2, minus 3, 1. The next problem. Find adjoint of the matrix 1, minus 1, 2, 2, 3, 5, minus 2, 0, 1. മാട്രിക്സിന് എ എന്ന് പേര് കൊടുക്കുന്നു. കോഫാക്ടർ ഓഫ് എ എന്ന് പറഞ്ഞാൽ A11, A12, A13, A21, A22, A23, A31, A32, A33. ഇതിൻ്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറയുന്നത്. അപ്പോൾ M11 കണ്ടുപിടിക്കുന്നു. M11 നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഡിറ്റർമിനൻ്റ് ആണ്. ദാറ്റ് ഈസ് ഡിറ്റർമിനൻ്റ് 3, 5, 0, 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 3 ആണെന്ന് കിട്ടും. അപ്പോൾ A11 എന്ന് പറഞ്ഞാൽ minus 1 raised to 1 plus 1 M11 that is equal to minus 1 the whole square. ആൻസർ പോസിറ്റീവ് ആണ്. അപ്പോൾ 3 തന്നെയാണ് നമുക്ക് അവിടെയും ആൻസർ കിട്ടുക. M12 ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ഡിലീറ്റ് ചെയ്യും, ബാക്കി നമുക്ക് ഏതാ കിട്ടുക? ഡിറ്റർമിനൻ്റ് 2, 5, minus 2, 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ 12. A12 minus 1 raised to 1 plus 2 M12 ആണ്. അപ്പോൾ minus 1 the whole cube അതിൻ്റെ ആൻസർ -1. അപ്പോൾ ആൻസർ നമുക്ക് -12 ആണെന്ന് കിട്ടും. M13 ഫസ്റ്റ് റോ തേർഡ് കോളം ഡിലീറ്റ് ചെയ്യും, അപ്പോൾ ബാക്കി ഡിറ്റർമിനൻ്റ് 2, 3, minus 2, 0. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ 6. അപ്പോൾ A13 minus 1 raised to 1 plus 3 M13 1 plus 3 4 ഈവൻ നമ്പറാണ്. അപ്പോൾ minus 1 raised to 4 1 കിട്ടും. അപ്പോൾ ആൻസർ 6 തന്നെയാണ് വരിക. M21 സെക്കൻഡ് റോ ഫസ്റ്റ് കോളം ഡിലീറ്റ് ചെയ്യുന്നു, ബാക്കി -1, 2, 0,
1. Simplify answer minus 1. Then A21 minus 1 raised to 2 plus 1 M21. 2 plus 1 എന്ന് പറഞ്ഞാൽ 3 ഓഡ് നമ്പർ ആണ്. അപ്പോൾ മൈനസ് 1 വരും. മൈനസ് 1 ഇൻറ്റു മൈനസ് 1 പ്ലസ് 1 കിട്ടുക. M22 സെക്കൻഡ് റോ സെക്കൻഡ് കോളം ഡിലീറ്റ് ചെയ്യും. ബാക്കി നമുക്ക് കിട്ടാം 1 2 മൈനസ് 2 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ 5. A22 minus 1 raised to 2 plus 2 M22. That's equal to minus 1 raised to 4 into 5. That's equal to 5. M23 second row third column delete ചെയ്യാം. അന്നേരം നമുക്ക് കിട്ടാം determinant 1 minus 1 minus 2 0. Simplify ചെയ്യുമ്പോൾ ആൻസർ minus 2. അപ്പോൾ A23 minus 1 raised to 2 plus 3 M23. That's equal to 2. കാരണം 2 plus 3 5 ഓഡ് നമ്പർ ആണ്. അപ്പോൾ ആൻസർ പോസിറ്റീവ് ആണ്. M31 തേർഡ് റോ ഫസ്റ്റ് കോളം ഡിലീറ്റ് ചെയ്യുന്നു. ബാക്കി കിട്ടുക ഡിറ്റർമിനന്റ് -1 2 3 5. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ -11. A31 -1 raised to 3 plus 1 M31. That is equal to -11 കിട്ടുക. Then M32 തേർഡ് റോ സെക്കൻഡ് കോളം ഡിലീറ്റ് ചെയ്യുന്നു. ബാക്കി ഡിറ്റർമിനന്റ് 1 2 2 5. സിംപ്ലിഫൈ ആൻസർ 1. A32 -1 raised to 3 plus 2 M32 -1 raised to 5 into 1. That is equal to -1. M33 തേർഡ് റോ തേർഡ് കോളം ഡിലീറ്റ് ചെയ്യുന്നു. ബാക്കി ഡിറ്റർമിനന്റ് 1 -1 2 3. സിംപ്ലിഫൈ ആൻസർ 5. A33 -1 raised to 3 plus 3 M33. 3 plus 3 6 ഈവൻ നമ്പർ. അപ്പോൾ ആൻസർ 5 തന്നെ കിട്ടുക. അപ്പോൾ അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ മാട്രിക്സ് A11 A21 A31 A12 A22 A32 A13 A23 A33 എലമെൻറ്റ്സ് എടുത്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുക മാട്രിക്സ് 3 1 -11 -12 5 -1 6 2 5. അപ്പോൾ ഇനി നമുക്ക് ഒരു മാട്രിക്സിന് അതിൻ്റെ അഡ്ജോയിൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ നോക്കാം. അപ്പോൾ എ എന്ന ഒരു മാട്രിക്സ് A11 A12 A13 A21 A22 A23 A31 A32 A33. അപ്പോൾ ഇതിൻ്റെ അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് കോഫാക്ടർ മാട്രിക്സിൻ്റെ ട്രാൻസ്പോസാണ്. അപ്പോൾ അഡ്ജോയിൻ്റ് നമുക്ക് എന്താ കിട്ടുക? മാട്രിക്സ് A11 A21 A31 A12 A22 A32 A13 A23 A33. അപ്പോൾ ഈ മാട്രിക്സിന് അതിൻ്റെ അഡ്ജോയിൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് A ഇൻറ്റു അഡ്ജോയിൻ്റ്. അപ്പോൾ നമുക്കറിയാം റോ കോളം ഓപ്പറേഷനാണ് ഇവിടെ വരിക. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ചെയ്യുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് കിട്ടുക. അപ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ A11 ഇൻറ്റു A11 പ്ലസ് A12 ഇൻറ്റു A12 പ്ലസ് A13 ഇൻറ്റു A13. അപ്പോൾ ഇനി നമുക്കറിയാം ഒരു മാട്രിക്സിലെ ഒരു റോയിലെ എലമെൻസും അതേ എലമെൻസ് തന്നെ കോഫാക്ടേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഡിറ്റർമിനൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് റോയിലെ എലമെൻസിൻ്റെ കോഫാക്ടേഴ്സ് ആണ് ഇവിടെ ഫസ്റ്റ് കോളത്തിലുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏത് വരും? ഡിറ്റർമിനൻ്റ് എ. മറ്റൊരു റിസൾട്ട് എന്ന് പറയുന്നത് ഒരു റോയിലെ എലമെൻസും മറ്റൊരു റോയിലെ എലമെൻസിൻ്റെ കോഫാക്ടേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ ആൻസർ 0 വരിക. അപ്പോൾ ഇവിടെ നമുക്കത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഡിറ്റർമിനൻ്റ് 0 0 0 ഡിറ്റർമിനൻ്റ് 0 0 0 ഡിറ്റർമിനൻ്റ് എ ആണെന്ന് കിട്ടും. അപ്പോൾ ഈ മാട്രിക്സിലെ എല്ലാ എലമെൻസിലും ഏത് കോമൺ ഉണ്ട്? ഡിറ്റർമിനൻ്റ് കോമൺ ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്താ കിട്ടുക? ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു 1 0 0 0 1 0
0 0 1. ആ മെട്രിക്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സാണ്. ദാറ്റ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐ. ഇതുപോലെ നമ്മൾ അഡ്ജോയിൻ്റ് എ ഇൻറ്റു എ കണ്ടുപിടിച്ചിരുന്നാലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐ. അപ്പോൾ പ്രധാനപ്പെട്ട റിസൾട്ടാണ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ ഈക്വൽ ടു അഡ്ജോയിൻ്റ് എ ഇൻറ്റു എ ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐ ആയിരിക്കും. അപ്പോൾ നമ്മൾ അഡ്ജോയിൻ്റ് എ ഇൻറ്റു എ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ ഏത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐ കണ്ടുപിടിച്ചാൽ നമുക്ക് അവിടെ അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട റിസൾട്ട് ഇവിടെ പഠിച്ചു. എ ഇൻറ്റു അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് അഡ്ജോയിൻ്റ് എ എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐ ആണ്. ഒരു തിയറമാണിത്. ലെറ്റ് എ ബി എനി ഗിവൺ സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ n, then a into adjoint a equal to adjoint a into a equal to determinant a into i. I എന്ന് പറയുന്നത് മെട്രിക്സിൻ്റെ അതേ ഓർഡറിലുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ്, ഓർത്തിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. എ എന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. 2 3 -4 -6. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നിൽ പഠിച്ച തിയറം ഒന്ന് വെരിഫൈ നോക്കണം. അപ്പോൾ തന്നിരിക്കുന്ന ഈ മെട്രിക്സിന് എന്ന് പേര് കൊടുത്തു. ഡിറ്റർമിനൻ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുമ്പോൾ -12 -12 വരും. ആൻസർ 0 ആണെന്ന് കിട്ടി. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ കണ്ടുപിടിക്കുന്നു. ഡിറ്റർമിനൻ്റ് എയുടെ ആൻസർ നമുക്ക് 0 അപ്പോൾ ഒരു മെട്രിക്സിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൽ എല്ലാ എലമെൻറ്റ്സും എന്തായി മാറും? 0 ആയിട്ട് മാറും. ഇനി നമ്മൾ കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നു. നമുക്കറിയാം സൈൻഡ് മൈനർ ആണ് കോഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ 2 എന്ന എലമെൻറ്റിൻ്റെ മൈനർ -6. A11 ആയതുകൊണ്ട് 1 + 1 2 ഈവൻ നമ്പർ. അപ്പോൾ അതിൻ്റെ കോഫാക്ടറും അത് തന്നെ ആയിരിക്കും. then A1 2 3 3 എന്ന എലമെൻറ്റിൻ്റെ മൈനർ എന്ന് പറയുന്നത് ഏതാ? -4. അപ്പോൾ A12 ആണെന്നുള്ളത് കൊണ്ട് 1 + 2 3 ഓഡ് നമ്പറാണ്. അപ്പോൾ -1 ന് -4 +4 ആണെന്ന് കിട്ടും. അതുപോലെ A21 വരുമ്പോൾ ഏതിൻ്റെയാ? -4ൻ്റെതാ. -4ൻ്റെ മൈനർ എന്ന് പറയുന്നത് 3 ആണ്. 21 വരുമ്പോൾ 2 + 1 3 ഓഡ് നമ്പറാണ്. അപ്പോൾ -1 ന് -3 -1 × 3 ഏത് കിട്ടും? -3. അതുപോലെ A22 -6ൻ്റെ മൈനർ 2. അപ്പോൾ 2 വരുമ്പോൾ 2 + 2 4 ഈവൻ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ കോഫാക്ടറും അതേ എലമെൻറ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസാണ്. അന്നേരം നമുക്ക് ഇതാ വരിക -6 -3 4 2. അപ്പോൾ ഇനി നമ്മൾ എ ഇൻറ്റു അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കുന്നു. എ എന്ന മാട്രിക്സ് 2 3 -4 -6 ഇൻറ്റു അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് -6 -3 4 2 ചെയ്യുമ്പോൾ 2 × -6 + 3 × 4 that is -12 + 12. Then 2 × -3 + 3 × 2 that is -6 + 6. 2 1 എലമെൻറ്റ് വരുമ്പോൾ സെക്കൻഡ് റോ ഫസ്റ്റ് കോളമാണ്. അപ്പോൾ എങ്ങനെ വരിക? -4 × -6 + -6 × 4. അപ്പോൾ ഇതാ വരിക 24 -24. ദെൻ A22 വരുമ്പോൾ സെക്കൻഡ് റോ സെക്കൻഡ് കോളം -4 × -3 + -6 × 2 ദാറ്റ് ഈസ് 12 -12. അപ്പോൾ എല്ലാ എലമെൻറ്റ്സ് എന്തായി? 0 ആയി. നമുക്ക് തൊട്ട് മുന്നേ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ എന്ത് കിട്ടി? 0. ഇനി നമുക്ക് അഡ്ജോയിൻ്റ് എ ഇൻറ്റു എ കണ്ടുപിടിക്കാം. അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് -6 -3 4 2 ഇൻറ്റു മാട്രിക്സ് 2 3 -4 -6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? -12 + 12 -18 + 18 8 -8 12 -12. അവിടെയും എല്ലാ എലമെൻറ്റ്സും എന്താവും? 0. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ ഈക്വൽ ടു adjoint A into A equal to determinant A into I. Important result ആണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ വെരിഫൈ നോക്കാം.
എ എന്ന മാട്രിക്സ് 1 -1 2 3 0 -2 1 0 3. എ ഇൻറ്റു അഡ്ജോയിൻ്റ് എയും അഡ്ജോയിൻ്റ് എ ഇൻറ്റു എയും ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐയും സെയിം ആണ് എന്നാണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്നു. ഡിറ്റർമിനൻ്റ് നമുക്ക് എല്ലാവർക്കും കണ്ടുപിടിക്കാനായി നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ 11 കിട്ടും. ഇപ്പോൾ ഡിറ്റർമിനൻ്റ് ഇൻറ്റു ഐ കണ്ടുപിടിക്കുമ്പോൾ 11 ഇൻറ്റു ഐഡൻറ്റിറ്റി മാട്രിക്സ് ഓഫ് ഓർഡർ 3, ദാറ്റ് ഈസ് 1 0 0 0 1 0 0 0 1. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ മാട്രിക്സ് 11 0 0 0 11 0 0 0 11. അപ്പോൾ A11 എന്താണെന്ന് നോക്കാം. M11 നമുക്കറിയാം. A11 ഉള്ള കോളവും റോയും ഒഴിവാക്കിയിട്ട് കിട്ടുന്ന ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ, ദാറ്റ് ഈസ് ഡിറ്റർമിനൻ്റ് 0 -2 0 3 ആണെന്ന് വരും. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് 0 ആണെന്ന് കിട്ടും. അപ്പോൾ A11 സൈൻഡ് മൈനറാണ്. -1 × 1 + 1 ഇൻറ്റു 0 ഏത് തന്നെ വരും? 0 തന്നെ വരും. അതുപോലെ നമ്മൾ A12 ചെയ്യുമ്പോൾ M12 അതിൽ സൈൻ കൊടുക്കാം. അന്നേരം -9 + 2 that is equal to -11. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇത് കണ്ടുപിടിക്കാൻ. അപ്പോൾ A13 0, A21 3, A22 1, A23 -1, A31 2, A32 8, A33 3. അപ്പോൾ അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് മാട്രിക്സ് 0 3 2 -11 1 8 0 -1 3. അപ്പോൾ ഇനി നമുക്ക് എ ഇൻറ്റു അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാം. എ എന്ന മാട്രിക്സ് 1 -1 2 3 0 -2 1 0 3 ഇൻറ്റു മാട്രിക്സ് 0 3 2 -11 1 8 0 -1 3. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, അപ്പോൾ ഏതാ വരിക? 0 + 11 + 0. 8 1 2 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ദാറ്റ് ഈസ് 1 × 3 3 പ്ലസ് -1 × 1 -1 പ്ലസ് 2 × -1 -2. Then 1 3 1 × 2 2 -1 × 8 -8 2 × 3 6. അതുപോലെ 2 1 0 + 0 + 0 2 2 സെക്കൻഡ് റോ സെക്കൻഡ് കോളം 9 + 0 + 2 2 3 സെക്കൻഡ് റോ തേർഡ് കോളം 6 + 0 -6. Then 3 1 third row first column 0 + 0 + 0. 3 2 third row second column, that is 3 + 0 -3. 3 3 third row third column, that is 2 + 0 + 9. Simplify ചെയ്യുമ്പോൾ 11 0 0 0 11 0 0 0 11 ആണെന്ന് കിട്ടും. അഡ്ജോയിൻ്റ് എ ഇൻറ്റു എ കണ്ടുപിടിക്കുമ്പോൾ അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ മാട്രിക്സ് 0 3 2 -11 1 8 0 -1 3 ഇൻറ്റു മാട്രിക്സ് 1 -1 2 3 0 -2 1 0 3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 1 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, that is 0 + 9 + 2. 1 2 first row second column, that is 0 + 0 + 0. 1 3 first row third column, 0 - 6 + 6. 2 1 second row first column, that is -11 + 3 + 8. 2 2 that is second row second column, that is 11 + 0 + 0. 2 3 second row third column, that is -22 -2 + 24. Then 3 1 third row first column, that is
0 minus 3 plus 3. 3, 2. Second row, third row, second column. That is 0 plus 0 plus 0. 3, 3. Third row, third column. That is 0 plus 2 plus 9. Simplify your matrix. 11, 0, 0. 0, 11, 0. 0, 0, 11. അപ്പോൾ നമുക്ക് കിട്ടുക ഓക്കെ. നേരത്തെ ഡിറ്റർമിനൻ്റ് എയിൻ്റെ ഓൾറെഡി കണ്ടുപിടിച്ചു. എയിൻ്റെ അഡ്ജോയിൻ്റ് എയും കണ്ടുപിടിച്ചു. അഡ്ജോയിൻ്റ് എയിൻ്റെയും കിട്ടി. മൂന്നിൻ്റെയും ആൻസർ സെയിം ആണ്. അപ്പോൾ നമ്മുടെ റിസൾട്ട് വെരിഫൈഡ് ആണ്. ഓക്കെ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ്. എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ ഈക്വൽ ടു അഡ്ജോയിൻ്റ് എയിൻ്റെ എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ. ഇനി നമുക്ക് സിംഗുലാർ മെട്രിക്സും നോൺ സിംഗുലാർ മെട്രിക്സുമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എ എന്ന ഒരു മെട്രിക്സ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. മെട്രിക്സ് 4, 2, 6, 3. അപ്പോൾ ഒരു മെട്രിക്സ് സിംഗുലർ ആണോ നോൺ സിംഗുലർ ആണോ എന്ന് അറിയുന്നത് അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ വെച്ചിട്ടാണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആണെങ്കിൽ അതിനെ സിംഗുലാർ മെട്രിക്സ് എന്നും നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെ നോൺ സിംഗുലാർ മെട്രിക്സ് എന്നും പറയും. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് 4, 2, 6, 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 minus 12, 0. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആണ്. ഡിറ്റർമിനൻ്റ് 0 ആയതുകൊണ്ട് എ എന്ന് പറയുന്നത് ഒരു സിംഗുലാർ മെട്രിക്സ് ആണ്. ഇനി വേറൊരു മെട്രിക്സ് കൺസിഡർ ചെയ്യുന്നു, ബി. മെട്രിക്സ് 5, 1, 4, 2. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് നോക്കിയേ. ഡിറ്റർമിനൻ്റ് 5, 1, 4, 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 minus 4, 6. അപ്പോൾ ഇവിടെ നോട്ട് ഈക്വൽ ടു 0 ആയി കിട്ടുക. അപ്പോൾ ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ മെട്രിക്സിന് പറയുന്ന പേരാണ് നോൺ സിംഗുലാർ. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു, സിംഗുലറും നോൺ സിംഗുലർ. അപ്പോൾ ഡിറ്റർമിനൻ്റ് 0 ആയ മെട്രിക്സിനെയാണ് സിംഗുലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി സിംഗുലാർ ഇഫ് ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 0. ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ മെട്രിക്സ് നോൺ സിംഗുലാർ. എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി നോൺ സിംഗുലാർ ഇഫ് ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇനി നമുക്ക് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിലൊരു കോൺസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ ഈ മെട്രിക്സ് സിംഗുലർ ആയാൽ ആ കോൺസ്റ്റൻ്റ് ആയി എ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ എ ഈക്വൽ ടു മെട്രിക്സ് 1, 1, 5, എ 7, 6, 5, 5, 3. ഇതിലെ കോൺസ്റ്റൻ്റ് എ ആണ്. അപ്പോൾ ഈ മെട്രിക്സ് ഒരു സിംഗുലാർ മെട്രിക്സ് ആണ്. നമുക്കറിയാം എ സിംഗുലാർ മെട്രിക്സ് ആണ് എന്നുള്ളത് കൊണ്ട് ഡിറ്റർമിനൻ്റ് എയുടെ ആൻസർ 0 ആണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് എയുടെ ആൻസർ 0 ആകുമ്പോൾ ദാറ്റ് ഈസ് 1 into 21 minus 30 minus 1 into 3a minus 30 plus 5 into 5a minus 35 and answer is 0. That is minus 9 minus 3a plus 30 plus 25a minus 175 equal to 0. That is equal to 22a minus 154 equal to 0. 22a equal to 154, a equal to 7. അപ്പോൾ ഈ മാട്രിക്സിൽ എയുടെ വാല്യൂ നമുക്ക് എത്രയാണെന്ന് കിട്ടി? 7 ആണെന്ന് കിട്ടി. അപ്പോൾ ഇനി ഒരു തിയറം. If A is a non-singular matrix of order 3, then determinant at J equal to determinant A square. Adjoint Aയുടെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് എയുടെ സ്ക്വയർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ ആണ്. അപ്പോൾ നമ്മൾ ഐക്ക് വരെ നമ്മൾ വാല്യൂ കൊടുക്കുന്നു. മാട്രിക്സ് 1, 0, 0, 0, 1, 0, 0, 0, 1. അപ്പോൾ ഇതുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? ഡിറ്റർമിനൻ്റ് 0, 0, 0 ഡിറ്റർമിനൻ്റ് 0, 0, 0 ഡിറ്റർമിനൻ്റ്. അപ്പോൾ ഇനി നമ്മൾ രണ്ട് സൈഡും ഡിറ്റർമിനൻ്റ് എടുക്കുന്നു. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് 0, 0, 0 ഡിറ്റർമിനൻ്റ് 0, 0, 0 ഡിറ്റർമിനൻ്റ് എ. നമുക്കറിയാം ഡിറ്റർമിനൻ്റ് എ ബി എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ബി ആണ്. അപ്പോൾ ഇതിന് നമുക്ക് മാറ്റി ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് അഡ്ജോയിൻ്റ് എന്ന് എഴുതാം.
ഇനി നമ്മൾ പ്രോപ്പർട്ടീസിൽ പഠിച്ചു ഒരു ഡിറ്റർമിനൻ്റ് ഒരു റോയിൽ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട് എങ്കിൽ അതിനെ പുറത്തെടുക്കാം. അപ്പോൾ ഇവിടെ 3 റോയിലും ഡിറ്റർമിനൻ്റ് കോമൺ ഉണ്ട്. അപ്പോൾ 3 റോയിൽ നിന്നും പുറത്തെടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഡിറ്റർമിനൻ്റ് ക്യൂബ് ഇൻറ്റു ഐ. ഇതിൽ നിന്ന് ലെഫ്റ്റിലെ ഡിറ്റർമിനൻ്റ് കോൺസ്റ്റൻ്റ് ആണ്. റൈറ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ ഡിറ്റർമിനൻ്റ് അറ്റ് ജെ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ സ്ക്വയർ ഇൻറ്റു ഐ. ഇവിടെ ശ്രദ്ധിക്കുക, ഡിറ്റർമിനൻ്റ് എ എന്ന് പറയുന്നത് നോൺ സിംഗുലാർ മെട്രിക്സ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഡിറ്റർമിനൻ്റ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. സിംഗുലർ ആണെങ്കിൽ അത് 0 ആകും. അന്നേരം നമുക്ക് 0 കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ അല്ല. അപ്പോൾ ഡിറ്റർമിനൻ്റ് അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് എ സ്ക്വയർ ഇൻറ്റു ഐ. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ ജനറലൈസ് ചെയ്താൽ എ എന്ന് പറയുന്നത് n ഓർഡറിലുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആയാൽ ഡിറ്റർമിനൻ്റ് അറ്റ് ജെ എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് എ റേസ് ടു n-1 ആയിരിക്കും. അപ്പോൾ എന്താണ് തിയറം? ഇഫ് എ ഈസ് എ നോൺ സിംഗുലാർ മെട്രിക്സ് ഓഫ് ഓർഡർ n, then determinant at j equal to determinant a raised to n-1. അപ്പോൾ അഡ്ജോയിൻ്റെയും അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ പഠിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.